അത് ടാറ്റ സിയാറ അല്ലേ അപ്പോൾ അത് ബാഗ് വരാമോ? ഇത് ടാറ്റ സിയാറ, പുതിയ വണ്ടിയാണ് ടാറ്റയുടെ. ഇത് 0 to 100 10.6 സെക്കൻഡ്സിന് എത്തുന്നതാണ് പറയുന്നത്. ഹോണ്ട സിറ്റി 10.3 സെക്കൻഡ്സ്. എപ്പോഴും ആക്സലറേഷൻ എപ്പോഴും ചിലപ്പോൾ ഹോണ്ട സിറ്റിക്കായിരിക്കും കൂടുതൽ. ഹോണ്ട സിറ്റി, BMW, മെഴ്സിഡസ് അങ്ങനെയുള്ള ഈ ടൊയോട്ട എപ്പോഴും അവർ ആക്സലറേഷൻ മാത്രമല്ല, അവർ കൂടുതലും ഡ്യൂറബിലിറ്റിയാണ് നോക്കാറില്ല. ടൊയോട്ട ഒരു വണ്ടി ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 250 bhp ഉള്ളൊരു വണ്ടിയിൽ അവർ 190 കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ 200 കൊടുക്കുള്ളൂ. 50 bhp കൊടുക്കുക. അതായത് എൻജിൻ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അവർ ഒരു 80% വരെ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ അവർ എൻജിൻ അത് ലൈഫ് ലോങ് ആയിട്ട് 10 lakh kilometers ഓടണം എന്നുള്ള രീതിയിലാണ് അവർ എൻജിൻ ഡിസൈൻ ചെയ്യണത്. ഹോണ്ടയല്ല ടൊയോട്ട ഡിസൈൻ ചെയ്യണം. ഹോണ്ട മറ്റേ BMW ഒക്കെ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. അവരൊരു എത്ര മാക്സിമം bhp ഒരു എൻജിനിൽ നിന്ന് കിട്ടുക, അങ്ങനെയാണ് അവർ നോക്കുന്നത്. BMW. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, മാനുഫാക്ചറിങ് ഫിലോസഫി ഡിഫറെൻറ്റാണ്. ടൊയോട്ടയുടെ മാനുഫാക്ചറിങ് ഫിലോസഫി, ടൊയോട്ട എപ്പോഴും ഒരു സാധനം അവർ ഉടനടി ഒരു ന്യൂ ടെക്നോളജി അവർ പെട്ടെന്ന് ഇടയില്ല. അവരത് ഫുൾ ടെസ്റ്റ് ചെയ്ത് അതിന് ഇത്ര ലക്ഷം കിലോമീറ്റർ കംപ്ലൈൻ്റ് ഇല്ലാതെ ഓടുന്ന ഉറപ്പാക്കിയാൽ മാത്രമാണ് അവർ ആ അടുത്ത ടെക്നോളജിയിലേക്ക് അവർ ഇത് ചെയ്യുള്ളൂ, ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ടൊയോട്ടയുടെ കാറുകൾക്ക് ഒരുപാട് റിലയബിലിറ്റി ഉണ്ട്. ഇത്ര വർഷങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ റോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷം ഓടുന്ന കാറുകൾ ടൊയോട്ടയുടെ ആയിരിക്കും.
റംബുട്ടാൻ താന്നു. റംബുട്ടാൻ കാരണത്തിന് പഴത്തിൻ്റെ വെയിറ്റ് കാരണം ഇപ്പോൾ ഒരു 10-15 കിലോയുടെ പഴം കിടക്കണ്ടാവും അതിൻ്റെ അകത്ത്. ഇവിടെ കാര്യമായിട്ട് കിട്ടാറില്ല. ഇവിടെ മുഴുവൻ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കവർ ചെയ്തിടണം. കുറേ അണ്ണാനും മറ്റു പക്ഷികളൊക്കെ കൊണ്ടുപോകും. ആണെങ്കിൽ റംബുട്ടാൻ്റെ ആളുകൾ കവർ ചെയ്തിടുന്നു. കവർ ചെയ്തിട്ടാലാന്ന് തോന്നുന്നു നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ മറ്റേ നോക്കാം. നമ്മൾ കുറച്ച് കിട്ടുന്നത് 2-3 കിലോ കിട്ടണ ഒരുപാടായാലും അതിൽ കഴിക്കാൻ വേണ്ട. ഫിലോസാനിയൊക്കെ ഉണ്ടായത് മുഴുവൻ കറുത്തിരിക്കണം. ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ആൾക്ക് കൊടുക്കാനും മടിയായിരുന്നു. കൊടുക്കാനും കൊള്ളൂല്ലാത്ത രീതിയിലാണ്. എന്നാ പറ്റുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഫിലോസ നന്നായിട്ട് കിട്ടിയത് 10-15 കിലോ ഫിലോസ എല്ലാവർക്കും കൊടുത്തു വിട്ടു. ഈ തവണ കാര്യമായിട്ട് ഉണ്ടായില്ല. ഉണ്ടായത് മുഴുവൻ ഇങ്ങനെ ഒരു കറുത്ത് പടച്ചിരിക്കണം. ഒരു എന്നാ ഫംഗസ് ബാധിച്ചിരിക്കണം. ഒരു സുഖമില്ല. കഴിച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ കാണുമ്പോൾ ഒരു സുഖമില്ല. മാംഗോസ്റ്റിൻ അതുപോലെ കുറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫിലോസാൻ അല്ല റംബൂട്ടാൻ ഇഷ്ടം പോലെ ഇവിടെ വന്ന് കിട്ടി. നമ്മൾ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നും അയൽപക്കക്കാരുടെ അടുത്തുനിന്നും ഓക്കെ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉണ്ടായി കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 10-15 കിലോ ഉണ്ട്. പക്ഷേ ഈ നെറ്റ് ഇടാത്തതുകൊണ്ട് അത് മിക്കവാറും 50 അല്ല 70% കിട്ടൂല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നെറ്റ് ഇടണം. ഇതിൻ്റെ മേളിൽ കയറി കാര്യം നെറ്റ് ഇടാൻ പോകുന്നത്.